ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നത്. എൻ്റെ ലൈഫിൽ ഏറ്റവും ഒരു സങ്കടമുള്ളൊരു ദിവസമാണ് കേട്ടോ ഇന്ന്. കാരണം ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന എൻ്റെ പപ്പയുടെ ചെറിയൊരു സർജറി ഉണ്ട്. നമ്മളെ മഞ്ചേരി ABC ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ്. മുട്ടിന് കുറച്ച് തേയ്മാനമൊക്കെ ആയിട്ട് കുറേ കാലമായിട്ട് പപ്പ ബുദ്ധിമുട്ടാവുന്നത്. അപ്പോൾ എന്തായാലും സർജറി ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ നമ്മളുള്ളത് ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ മുന്നിൽ ഞാനും ഉമ്മ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. 6 മണീൻ്റെ മുന്നേ പപ്പാനെ കയറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഏകദേശം 2.5 മണിക്കൂർ ഓപ്പറേഷൻ ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഒരു 7 മണി ആയാലാണ് ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നേഴ്സ് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ഒരുപാട് സങ്കടമൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം പപ്പയ്ക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക, പെട്ടെന്നെല്ലാം സുഖമായി വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ഹോസ്പിറ്റലിലാണുള്ളത് കേട്ടോ. ABC ഹോസ്പിറ്റലാണ് മഞ്ചേരി. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ടല്ല, എൻ്റെ പപ്പയ്ക്ക് ചെറിയൊരു സർജറി ഉണ്ട് കാൽമുട്ടിന് കേട്ടോ. അപ്പോൾ അത് മാറ്റി വെക്കുന്ന ഒരിതുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഹോസ്പിറ്റലിലാണുള്ളത്. ഭയങ്കര സങ്കടമുള്ളൊരു ദിവസം കൂടിയാണ് എൻ്റെ ലൈഫിൽ. കാരണം പപ്പ ഒരുപാട് ടെൻഷൻ അടിച്ച് ഭയങ്കര പേടിയുണ്ട് കേട്ടോ. കാരണം നമുക്ക് ആർക്കായാലും ഉണ്ടല്ലോ ഓപ്പറേഷൻ എന്നൊക്കെ പറയുമ്പോൾ ഒരു പേടി ഉണ്ടാവുമല്ലോ. അപ്പോൾ ആൾക്ക് BP ഒക്കെ കൂടുതലും ഒക്കെപ്പാടായിട്ട് എന്തോ ആണ്. ഞാനിങ്ങോട്ട് ഇന്നലെയാണ് പപ്പനെ കൊണ്ടുവന്ന്. ഞാൻ ഒരു 6 മണിക്ക് വീട്ടിൽ നിന്ന് വന്നതാണ്. ഹസൂനെ ഉമ്മാനോട് സ്കൂളിലൊക്കെ മാറ്റി ഒരുക്കി വിടാൻ പറഞ്ഞു ഇക്കാനോട്. ഞാൻ രാവിലെ തന്നെ ഇങ്ങോട്ട് ഓടി വന്നതാണ്. ഞങ്ങളിപ്പോൾ ഉള്ള ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ മഞ്ചേരിയാണ്. നമ്മൾ ഇന്ത്യൻ മാളിൻ്റെയൊക്കെ തൊട്ടടുത്തുള്ള ABC ഹോസ്പിറ്റലാണ്. എല്ലിൻ്റെയൊക്കെ ഉള്ള ഹോസ്പിറ്റലാണ്. അപ്പോൾ ഇവിടെ അങ്ങനെ പപ്പനെ ഓപ്പറേഷൻ ഞാൻ വന്നതിന് ശേഷമാണ് കേട്ടോ. അതിന് മുന്നേ തന്നെ കയറ്റിയിട്ടുണ്ട്. ഞാൻ വന്നതിന് ശേഷമാണ് ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞ് നേഴ്സ് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 2.5 മണിക്കൂർ ഓപ്പറേഷൻ ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നല്ല രീതിയിലൊക്കെ ആവട്ടെ. അപ്പോൾ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക പെട്ടെന്ന് സുഖമാകാനൊക്കെ. അപ്പോൾ ഞാനിപ്പോൾ റൂമിലേക്ക് വന്നതാണ്. ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ മുന്നിൽ ഇരിക്കുമായിരുന്നു ഇതുവരെ. അപ്പോൾ ഞാൻ എനിക്ക് ഭയങ്കര ക്ഷീണം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ കിടക്കാരിച്ചിട്ട് ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റൂം അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളും നല്ല നീറ്റുള്ള റൂംസാണ്. നമുക്ക് രോഗിക്കാലം നമുക്ക് വന്ന് കിടക്കാനൊക്കെ നല്ലൊരു ഇതാണ്. അപ്പോൾ എന്താണെന്നറിയില്ല, രാവിലെ തന്നെ പപ്പാൻ്റെ ഇത് കേട്ടിട്ട് ഞാൻ ഓടി വന്നതാണ്. എനിക്കിവിടെ എത്തി കുറച്ച് നേരം ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിന് മുന്നിൽ ഞാൻ ഉമ്മാൻ്റെ കൂടെ ഇങ്ങനെ നിന്നു. പക്ഷെ എനിക്ക് ഭയങ്കര ടയേർഡാവല്ലോ, എന്തൊക്കെയോ ഒരു അസ്വസ്ഥത വന്നു. അപ്പോൾ ഞാൻ റൂമിലേക്ക് വന്നിട്ട് ഇവിടെ കുറച്ച് നേരം കിടക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോൾ ഉമ്മ ഉണ്ട് കേട്ടോ അവിടെ താഴെ ഇതിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ റൂമും കാര്യങ്ങളൊക്കെ ഭയങ്കര നീറ്റുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ഹോസ്പിറ്റലാണ്. കാരണം ഇതിൻ്റെ മാത്രമുള്ള ഹോസ്പിറ്റലാണ്. അപ്പോൾ നമുക്ക് പപ്പാൻ്റെ കാലിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള ഓരോ മെഷീനും കാര്യങ്ങളും കൃത്യമായിട്ടാണല്ലോ വെക്കുക. അപ്പോൾ അതിൻ്റെ ബോക്സ് നമുക്ക് അവർ സൂക്ഷിക്കാൻ തന്നതാണ് ഒരു തെളിവിന് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ ഒരു ബോക്സിലുള്ള സംഭവമൊക്കെയാണ് പപ്പാൻ്റെ കാലിൽ പിടിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ പിന്നെ ഒരു 11 മണിയായപ്പോൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പപ്പയ്ക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട്. കാരണം ഇവിടുത്തെ ഉമ്മാൻ്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാമല്ലോ. ഉമ്മാക്ക് എന്തെങ്കിലുമൊക്കെ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം, എന്തെങ്കിലുമൊക്കെ എല്ലാവർക്കും കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹമുള്ള ഒരു ഉമ്മയാണ് കേട്ടോ. അപ്പോൾ പപ്പയ്ക്ക് വേണ്ടിയിട്ട് നൂൽപുട്ടൊക്കെ ഉണ്ടാക്കുകയാണ്. കഞ്ഞിയും കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് ഞാനിങ്ങോട്ട് വന്നതാണ് ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട്. കാരണം എനിക്ക് എന്താ അറിയില്ല, ഭയങ്കര ടയേർഡും ടെൻഷൻ എല്ലാം കൂടി ആയിട്ട് ഭയങ്കര എന്താണെന്ന് പറയാൻ വയ്യ, അത്രയും ഞാൻ എന്തോ ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ നൂൽപുട്ടിന് വേണ്ടിയിട്ടുള്ളതിങ്ങനെ എല്ലാം ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉമ്മ വേവിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മ അവിടെ സ്പെഷ്യലായിട്ട് ഒക്കെ വേവിക്കുന്നുണ്ട്. ഞാനിങ്ങനെ ഒരു കുഞ്ഞി പ്ലേറ്റിൽ ഇങ്ങനെ റോൾ ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ ഞാൻ അവിടെ അതിൻ്റെ അടുത്തൊന്നും നല്ലൊരു ഹോട്ടലൊന്നുമില്ല. ഉള്ള ഹോട്ടലൊക്കെ പറഞ്ഞാൽ കുറച്ച് വിട്ടു പോകണം. അപ്പം നല്ല കഞ്ഞിയൊക്കെ കിട്ടണമെങ്കിൽ ഇപ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ വരണ്ടേ. അപ്പം നമ്മളെ വീട്ടിൽ വന്നിട്ട് നല്ല കഞ്ഞിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ വേഗം പോവുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ നൂൽപുട്ട് ഉണ്ടാക്കണത് പപ്പക്കല്ല. കാരണം പപ്പക്ക് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാനേ പറ്റുള്ളൂ, എന്നെ ഓവറായിട്ടൊന്നും കഴിക്കരുതെന്ന് പറഞ്ഞാണ്. അപ്പോൾ ഇതെവിടെ ഉമ്മ വലിയ കുക്കറിൽ നല്ല കഞ്ഞിയൊക്കെ വെച്ചിട്ടുണ്ട്. കുക്കറിൽ പെട്ടെന്ന് വെച്ചതാണ്, കാരണം ഞാനിത് ഉണ്ടാക്കിയിട്ട് എനിക്ക് വീണ്ടും അങ്ങോട്ട് തന്നെ പോകണം. അപ്പോൾ എന്തായാലും ഞാൻ ജസ്റ്റ് കൊണ്ടുപോകുന്നത് എന്താണെന്നൊക്കെ ജസ്റ്റ് ഇതിൽ കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൊണ്ടിട്ട് ഞാനും ഇക്കയും ഹസൂടിയാണ് പോകുന്ന ഹോസ്പിറ്റലിലേക്ക്. കാരണം എനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല, കാരണം ഹസൂന് ഇപ്പോൾ എക്സാം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ രാവിലെ ഇവിടെ വേണ്ടി വരും. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ ഏകദേശം ഒരു നല്ല നൈറ്റായിട്ടാണ് പോരാന്ന് വിചാരിച്ച് പോവുകയാണ്. അപ്പോൾ പപ്പനെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഇറക്കിയാൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ ആ തരിപ്പിൻ്റെ ഇതിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞങ്ങളുണ്ട് ഇവിടെ. ഉമ്മ പുറത്തേക്ക് എന്തോ ആവശ്യത്തിന് പോയതാണ് കേട്ടോ. അപ്പോൾ പപ്പ ഭയങ്കര ടെൻഷൻ അടിച്ചിട്ടൊക്കെ അങ്ങനെ കിടക്കുന്നുണ്ട്. ജസ്റ്റ് TV ഒക്കെ ഉള്ളതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ടൈം പോകുന്നുണ്ട്.
ഇക്കോടെ ഇവിടെ ഇതാ കിടക്കുന്ന ഇക്ക. നിങ്ങൾക്കും ഇവിടെ 2 ആൾക്ക് ഗ്ലൂക്കോസ് ഏറ്റേണ്ടിയിരുന്നുള്ളൂ. ഇവിടെ ഒരാൾ കഴിഞ്ഞിട്ട് അവിടെ പപ്പ സർജറി ഒക്കെ കഴിഞ്ഞ് വന്ന് കിടക്കുന്നു. അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതിന് കഞ്ഞി പപ്പക്ക് കൊടുക്കാമെന്ന് വെച്ചു. കാരണം ഇന്നലെ നൈറ്റിൽ 9 മണിക്ക് ഭക്ഷണം കഴിച്ചതാണ്. പപ്പ ഒന്നും കഴിച്ചിട്ടില്ല. കാരണം ഗ്ലൂക്കോസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോവുകയാണ്. കുറച്ച് ലൈറ്റായിട്ട് കഞ്ഞി കൊടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉമ്മ അവിടെ കുപ്പിയിൽ തേങ്ങാപ്പാലും പഞ്ചസാരയും ഒക്കെ ആയിട്ട് കൊടുത്തയച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് അച്ചാറും ഇതൊക്കെ എടുത്തിട്ട് പപ്പക്ക് കഞ്ഞി കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. പപ്പനെ കുടിച്ചോളാന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ തന്നെ പിന്നെ കൊടുത്തിട്ടോ. കാരണം കയ്യിൽ ഇതൊക്കെ ആകുമ്പോൾ കഴിയില്ലല്ലോ. അപ്പോൾ ആൾ ജസ്റ്റ് കുടിക്കുന്നുണ്ട്. ഞാൻ അച്ചാർ ജസ്റ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം കഞ്ഞി കുടിക്കുമ്പോൾ എന്തെങ്കിലും ഒന്നുമില്ലാതെ കുടിക്കാൻ നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് അല്ലേ. പിന്നെ അതിന് ശേഷം ഡോക്ടറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. 2-3 ഡോക്ടർ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ച് നേരം അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മയും എൻ്റെ ചെറിയ ബ്രദറൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഏകദേശം ഒരു 10:30 ആയപ്പോൾ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. കാരണം എൻ്റെ ബ്രദറും ഉമ്മയും എല്ലാവരും ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ഫുഡ് എന്തെങ്കിലും ലൈറ്റ് കഴിച്ചിട്ട് പോകാമെന്ന് വീട്ടിലേക്ക് വിചാരിച്ചു. ഞങ്ങളൊരു തട്ടുകടയിൽ കയറിയതാണ് കേട്ടോ. നമ്മൾ മഞ്ചേരിയിലൊരു തട്ടുകട കണ്ടപ്പോൾ അങ്ങനെ കയറിയതാണ്. അപ്പോൾ ഹസു ഇതവിടെ നല്ല ഉറക്കം വന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. ആൾക്ക് നാളെ എക്സാമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പോകാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ അവിടെ നിൽക്കാമായിരുന്നു. കാരണം പിന്നെ എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവരും കൂടി നിന്നിട്ടും കാര്യമില്ലല്ലോ. അപ്പോൾ ഇക്കഥ എന്താണ് കഴിക്കേണ്ടതെന്ന് ചോദിച്ചിങ്ങനെ ഇരിക്കുന്നുണ്ട്. ഉറങ്ങിയ ആള് 7 അപ്പ് പൊട്ടിക്കണ ഒച്ച ഇട്ടിട്ട് എണീറ്റ് വന്ന് കുടിക്കണേ. ഇതെല്ലാം ഉറങ്ങണേ. 7 അപ്പ് പൊട്ടിക്കലും ഇത് പൊട്ടിക്കലും കാക്ക എണീറ്റ് ക്ലാസ് എടുത്ത് തരല്ലോ തുടങ്ങി. ഇടയ്ക്കല് ശരി എന്താണ്. അപ്പോൾ ഹോസ്പിറ്റലത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വരാം കേട്ടോ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയിലൊക്കെ നമ്മളെ ഉൾപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നതിന് തൽക്കാലം നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ.